സാർ, ഇപ്പോൾ കേരളത്തിൽ മീഡിയ ചാനലുകൾ തമ്മിൽ വലിയ മത്സരം നടക്കുകയാണ്. സാറ്റലൈറ്റ് ചാനലുകൾ തമ്മിൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യാനെറ്റിനോട് അടുത്ത് തന്നെയാണ് മീഡിയ റിപ്പോർട്ടർ ടി വി നിൽക്കുന്നത്. റിപ്പോർട്ടർ ടി വി ഇപ്പോൾ ഏഷ്യാനെറ്റിനെ മറികടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ മറികടക്കും അല്ലെങ്കിൽ കടന്നേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ അടുത്ത ആഴ്ച തന്നെ സംഭവിക്കും എന്നുള്ളതിൻ്റെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മറികടക്കൽ ഭാവിയിലേക്ക് ഉണ്ടാകുമെന്നാണ്. അതിന് കാരണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു ചാനൽ കുറച്ചുകൂടി കേരളത്തിൽ നിലനിൽക്കേണ്ട ഒരു ചാനലാണ്. അത്തരത്തിൽ നിലനിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ചാനലാണ്. ഞാൻ റിപ്പോർട്ടറിൻ്റെ ഒരു ഫോളോവറോ അല്ലെങ്കിൽ റിപ്പോർട്ടർ മുമ്പിലെത്തണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ വന്നു. ആ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ വന്നപ്പോൾ നമുക്കറിയാം അർണബ് ഗോസ്വാമി നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൈംസ് നൗ ഒന്നാമതായിരുന്നു. അപ്പോൾ അതിനുശേഷം അർണബ് ഗോസ്വാമി അത് വിട്ടിട്ട് നമുക്കറിയാം റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അത് ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ചർച്ചകൾ, ആ ചർച്ചകളിൽ നിന്ന് പലപ്പോഴും ആളുകൾക്ക് കുറച്ചുകൂടി വിവരം കൊടുക്കുക എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു ജേർണലിസത്തിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചർച്ചയിലുണ്ടാകാവുന്ന ഒരുപാട് വൈകാരിക പ്രകടനങ്ങൾ, ഇറങ്ങിപ്പോകലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അലറി വിളിക്കലുകൾ, ഇതെല്ലാമായിട്ട് ഒരു കുറച്ചുകൂടി ഒരു എൻ്റർടൈനിങ് ആക്കി ചർച്ചകളെയൊക്കെ മാറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ഷോകൾ പലപ്പോഴും വിജയിക്കുന്നത്. അതിൽ കണ്ടന്റ് ഒട്ടുമില്ല എന്നൊക്കെ ഞാൻ പറയുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള ഷോകളാക്കി അത് മാറ്റി. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഇന്ത്യയിലെ ചാനലുകൾ മൊത്തം എടുത്തു വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് തന്നെ ചാനലുകൾ പലതും എടുത്തു വെച്ച് നോക്കിയാൽ ആ റൈറ്റ് വിങ് ഹാൻഡിലുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വലതുപക്ഷ അനുകൂല ചാനലുകളൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരം മൊത്തം നമ്മുടെ ചാനൽ സംസ്കാരത്തിനകത്ത് തന്നെ ഇവരൊക്കെ ലീഡ് ചെയ്യുന്നത് പലപ്പോഴും ഒരു റിയൽ ആയിട്ടുള്ള ജനത്തിൻ്റെ ഇഷ്യൂസൊക്കെ ചർച്ച ചെയ്യാതിരിക്കുകയും വർണ്ണവും വംശവും അതുപോലെ ജാതിയും മതവും ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് കൂടുതൽ കാഴ്ചക്കാരും ആളുകളും ഉണ്ടാകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ പല ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളൊക്കെ വലിയ റീച്ചിലേക്ക് എത്തിയതൊക്കെ തന്നെ പലപ്പോഴും വിദ്വേഷം വമിപ്പിക്കുന്ന ചാനലുകൾക്കൊക്കെ തന്നെ വലിയ റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളവുമൊക്കെ തന്നെ ഇത്രയും നാൾ ഏഷ്യാനെറ്റൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ അതിൽ നിന്ന് കേരളവുമൊക്കെ മാറുകയാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ടറോ അല്ലെങ്കിൽ 24 ഒന്നും വിദ്വേഷം വമിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, പക്ഷേ കുറേ കൂടി ഒരു എൻ്റർടൈനിങ് ആക്കി മാറ്റുക. അതായത് നിങ്ങളോടൊരു ഫാക്റ്റായിട്ടുള്ള വിവരം, വസ്തുതകൾ ഉണ്ടായാൽ ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിന് പകരം വസ്തുതകൾ ഇല്ലെങ്കിലും ഞാൻ പലപ്പോഴും നിങ്ങളുടെ ആൻഷ്യറ്റിയും നിങ്ങളുടെ ഉത്കണ്ഠയും നിങ്ങളുടെ വികാരങ്ങളും ഒക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഒരു ചാനൽ വളർത്തുക എന്ന് പറയുന്ന റേറ്റിങ്ങിലേക്ക് നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ ജനം പരുവപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ അപകടം സാറ്റലൈറ്റ് ചാനലുകളിൽ മാത്രമല്ല കേട്ടോ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, പലപ്പോഴും ഒരു സൈഡിന് അനുകൂലമായി നുണ പറയുന്ന അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് പോലും വലിയ തോതിലുള്ള ഒരു റീച്ച് കിട്ടുന്നുണ്ട്. പലപ്പോഴും ഈ പറയുന്ന പോലെ നാളെ നമ്മൾ ഇപ്പോൾ യുദ്ധമുണ്ടായാൽ നാളെ നമ്മൾ പാകിസ്ഥാനെ തീർക്കും, തിരിച്ചടിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള റീച്ച് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? കാശ്മീരിലെ മുസ്ലിംസ് അതൊട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറയുന്നവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്. നേരെ തിരിച്ച് നമ്മൾ ഈ പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും എതിരല്ലാതെ ഇവർ ഈ പറയുന്നതെല്ലാം തെറ്റാണ്, നമ്മൾ പാകിസ്ഥാനിൽ ജലം കൊടുക്കേണ്ടതാണെന്ന് പറയുന്നതിന് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും നമ്മളൊരു ഭാഗത്തിൻ്റെ ആളുകളായി മഹാഭൂരിപക്ഷം ജനങ്ങളും മാറുന്നു എന്നുള്ളത് പേടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഇതിനിടയിലാണ് സത്യം. നമ്മൾ 100% ശരി ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? 100% തെറ്റ് ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പക്ഷത്തിൻ്റെ നിലപാടെടുക്കാം. പക്ഷെ ആ പക്ഷത്തിനും തെറ്റുകൾ പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ചാനലുകൾക്ക് പോലും വ്യൂവർഷിപ്പ് ഇല്ലാതാകുന്ന ഒരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു തിരയിൽ ഒരു പക്ഷേ ഏഷ്യാനെറ്റും താഴേക്ക് പോയേക്കാം, വീണ് പോയേക്കാം. നിങ്ങളൊക്കെ എപ്പോഴാണ് ചാനൽ കണ്ടു തുടങ്ങിയെന്നറിയില്ല. ഞാനൊക്കെ ഏഷ്യാനെറ്റ് കണ്ടു തുടങ്ങുന്ന കാലത്ത് ഏഷ്യാനെറ്റ് എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഇതുപോലൊരു വലിയ ടവർ നിൽക്കുകയും സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്രയായി നിൽക്കുകയും തേർഡ് ഇതിൻ്റെ നിൽക്കുകയും ഫോർത്ത് ഇത്രയായി നിൽക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത 5 ചാനലുകൾ കൂട്ടിവെച്ചാൽ പോലും ഏഷ്യാനെറ്റിൻ്റെ പകുതിയോളം വരുന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്നാണ് ഈ പറയുന്ന 24 ന്യൂസ് വന്നത് തകർത്തത്. അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനൽ വന്നത് തകർത്തത്.
അപ്പോൾ അത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ അത് കുറേ കൂടി മറ്റേ ഷിരൂരിലെ അപകടവും അതുപോലെ തന്നെ അവിടുത്തെ പല വൈകാരിക നിമിഷങ്ങളും ഒക്കെ ഒപ്പിയെടുത്ത് ആളുകളെ കണ്ണീരണിയിക്കുകയും ചിരിക്കുകയും രസിപ്പിക്കുകയും പിന്നെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ലെവലുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കം ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ മോർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ചെറുതായിട്ട് ന്യൂസും കൂടി ഞങ്ങൾ പറയും എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ സാധനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നാഷണൽ ലെവലിൽ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ആ നാഷണൽ ലെവലിൽ നേരത്തെ സംഭവിച്ചിട്ടുള്ളതിൻ്റെ കുറച്ചുകൂടി ഒരു അനുരണനങ്ങൾ കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊട്ടും നല്ല കാര്യമല്ല. ഏഷ്യാനെറ്റ് പോലുള്ള ചാനൽ, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ തീർച്ചയായിട്ടും നിലനിൽക്കണം. പിന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതുമൊക്കെ തന്നെ അതിനെ ചെറുതായി ബാധിച്ചിട്ടുണ്ടാകും. സാർ ഇപ്പോൾ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നത് ഏഷ്യാനെറ്റിൻ്റെ വ്യൂവർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നിരവധി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫേം പോലുമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫേമായിട്ടുള്ള അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിലൊന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള നിരാമയ റിസോർട്ട്സ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള സ്ഥാപനം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വേറെ ആളുകളുടെ കയ്യിലാണ്, പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനി നിരവധി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ബൈജൂസ് ആപ്പിൽ സുക്കർബർഗ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞിട്ട് സുക്കർബർഗ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വന്ന് ബൈജൂസ് ആപ്പിനകത്ത് ഇടപെടുന്നുണ്ടായില്ല. കനേഡിയൻ പെൻഷൻ ഫണ്ട് ബൈജൂസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തരത്തിൽ അതൊരു പുതിയ ലോകത്തെ ബിസിനസ്സാണ്. അതായത് നിങ്ങൾ കുറേ പണം ഉണ്ടാക്കിയതിന് ശേഷം ആ പണം 50 or 60 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ കമ്പനികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കാനായിട്ട് ടീമിനെ വെക്കുക. അവരുടെ ക്വാർട്ടർലിയും ആനുവലിയുമുള്ള ബാലൻസ് ഷീറ്റുകൾ മാത്രം വെരിഫൈ ചെയ്യുക. അതിൽ ചില കമ്പനികളുടെ ഷെയർ നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോൾ വലിയ കോടിക്കണക്കിന് ലാഭം കിട്ടുക എന്നൊക്കെയുള്ളത് ചില ബിസിനസ്സുകളാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഷെയർ ഉണ്ടായിരുന്ന ഒരാൾ, 10 ലക്ഷം രൂപയ്ക്ക് ഷെയർ മേടിച്ച ഒരാൾ നമുക്കറിയാം. അദ്ദേഹം അത് കഴിഞ്ഞ് 9 കൊല്ലങ്ങൾക്ക് ശേഷം അത് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കോടികളുടെ പണമാണ് കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഇരട്ടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ബിസിനസ്സാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ ഏഷ്യാനെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ രൂപം മാറിയെന്നോ അതല്ലെങ്കിൽ അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ തീരുമാനങ്ങൾ മാറിയെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സ്റ്റിൽ അത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത് കൊണ്ട് ഇനി അതൊരു പലപ്പോഴും ഇവിടെ എടുക്കുന്ന ആ ഒരു ആൻറ്റി പിണറായി സ്റ്റാൻഡുകളൊക്കെ തന്നെ അതിനെ വലിയ തോതിൽ അതിനെ ഒരു ബാധിക്കുകയും ഈ വളരെ എളുപ്പത്തിൽ തന്നെ പലപ്പോഴും CPM-നൊക്കെ തന്നെ പ്രതിരോധം തീർക്കാൻ കഴിയുകയും ചെയ്യും. കാരണം ആ ചാനൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിലെ നിങ്ങളുടെ മുതലാളി പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളുമൊക്കെ തന്നെ ചർച്ചകളിലൊക്കെ പോലും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താനായിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റായി ഏഷ്യാനെറ്റ് മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് വളരെ ചെറിയ കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയുന്നൊരു കാര്യം, ഇത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഇത് എന്നുള്ളതൊക്കെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അത് തെറ്റാണ്. കാരണം അതൊക്കെ വളരെ ചെറിയ തോതിലേ ബാധിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഏഷ്യാനെറ്റ് വലിയ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങിയത് 24 ന്യൂസ് വന്നതിന് ശേഷമാണ്. അതിനുശേഷം റിപ്പോർട്ടർ വന്നതിന് ശേഷമാണ്. കാരണം അവരിപ്പോഴും വളരെ കൃത്യമായി ഒരു മസിൽ പിടിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ്. അവരൊരിക്കലും ഫ്ലെക്സിബിൾ ആവുകയോ 24 ന്യൂസുള്ള ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്ന പോലെ എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുകയോ എന്ന ലെവലിലേക്കൊന്നും മാറിയിട്ടില്ല. അത് അങ്ങനെ മാറിയാൽ അതിൻ്റെ വ്യൂവർഷിപ്പ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗളം മനോരമ പോലെയുള്ള വീക്കിലികൾക്കൊക്കെ വലിയ വ്യൂവർഷിപ്പ് ആയിരുന്നല്ലോ. കാരണം അത്തരത്തിൽ പൈങ്കിളിവൽക്കരിച്ചാൽ കുറച്ചു കൂടി വ്യൂവർഷിപ്പ് ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം ഭാഷാപോഷിണി എന്ന് പറയുന്ന ഒരു ഇറങ്ങിക്കൊണ്ടിരുന്ന മാസികയ്ക്ക് അത്ര വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാവില്ല. പക്ഷേ ക്ലാസ് ഏതാണ് കുറച്ചുകൂടി നല്ലതെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്കും അറിയാമായിരുന്നു ഭാഷാപോഷിണിയാണെന്നൊക്കെ, അല്ലെങ്കിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണെന്നൊക്കെ അറിയാം, മനോരമയും മംഗളം ആഴ്ചപ്പതിപ്പും അല്ലെന്നൊക്കെ അറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു ലെവൽ ഈ പറയുന്ന പോലെ കുറവ് ഇതിനകത്ത് തന്നെയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രശ്നം നമ്മുടെ ചാനലുകളൊക്കെ തന്നെ വലിയ തോതിൽ നിലനിൽപ്പാനായിട്ടുള്ള ഒരു പരാക്രമത്തിലാണെന്ന് ഞാൻ പറയും. കാരണം നിലനിൽപ്പ് വലിയ തോതിൽ ഭീഷണി ഉയർത്തുകയാണ് സാറ്റലൈറ്റ് ചാനലുകൾ. കാരണം നടത്തിക്കൊണ്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ ആ കാര്യവുമൊന്നും തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയായി സാറ്റലൈറ്റ് ചാനലുകൾ യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും
അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 40% വരുന്ന പരസ്യങ്ങൾ അവരുടെ നിന്ന് പോയിരിക്കുന്നു. വ്യൂവർഷിപ്പും വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ആളുകൾക്ക് ഇപ്പോൾ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകൾ ആശ്രയിക്കണമെന്ന് പോലും ഇല്ലാതായിരിക്കുന്നു. സാറ്റലൈറ്റ് ചാനലുകളിൽ പലതും അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹ്യൂജ് ഫണ്ടിങ് വേണ്ട, വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, വലിയ തോതിൽ ഓപ്പറേഷണൽ കോസ്റ്റുള്ള ഒരു ബിസിനസ്സാണ്. അതേസമയം മത്സരിക്കാനുള്ളത് തൊട്ടപ്പുറത്ത് വളരെ ചെറിയ ഈ അതുപോലെ വളരെ ഓപ്പറേഷണൽ കോസ്റ്റോ അല്ലെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റോ മാത്രമുള്ള യൂട്യൂബ് ചാനലുകളോടാണ്. അവരുടെ ക്വാളിറ്റിയോടും പലപ്പോഴും ഇപ്പം നാഷണൽ ലെവലിലേക്ക് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല. സാർ ഇപ്പോൾ പറയുകയുണ്ടായി സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഈ വരുന്ന സോഷ്യൽ മീഡിയ അതുപോലെ യൂട്യൂബ് ചാനലുകൾ പോലെ വീഡിയോ നടത്തുന്നവരുമായി ക്വാളിറ്റിയിൽ അവിടെ അത്രയും അടുത്തെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മത്സരിക്കാൻ പറ്റുന്നില്ല. അതെന്താണ് സാർ അങ്ങനെ പറയാനുള്ള കാരണം? കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല, പക്ഷേ കേരളത്തിൽ അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിലുണ്ടായി, നമുക്കറിയാമല്ലോ. ആ ഇലക്ട്രൽ ബോണ്ട് 5 കൊല്ലം നടത്തിയതിന് ശേഷം ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് റദ്ദ് ചെയ്തു. ഈ റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലുകളൊക്കെ ഇതിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്, ശരിയല്ലേ? അതായത് ഇതിൻ്റെ ഉപരിപ്ലവമായ മുകളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ധ്രുവ്രാത്തിയെ പോലെയുള്ള ആകാശ് ബാനർജിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള നിരവധി ആളുകൾ, അതായത് നേരത്തെ ഈ രവീഷ് കുമാറൊക്കെ നിങ്ങൾ അറിയേണ്ടത് സാറ്റലൈറ്റ് ചാനലിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ ചാനലുകളിലേക്ക് ഇറങ്ങി വരികയും അവരൊരു വിഷയത്തിനെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽഡായി പഠിക്കുകയും ധ്രുവ്രാത്തിയെ പോലെയുള്ള ആളുകൾ അത് അതിമനോഹരമായി വീഡിയോ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ ക്വാളിറ്റിയുള്ള വേറൊരു ചാനലും എന്തില്ല, ആ ചാനലുകൾക്കൊന്നും അത്ര ഡീപ്പായി ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾ പോലും അവരുടെ കൂട്ടത്തിൽ ഇല്ല. കാരണം അത്തരത്തിലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള മാൻ പവറിൻ്റെ ക്വാളിറ്റി പോലും വളരെ വളരെ കുറഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഇത് നാഷണൽ ലെവലിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് എല്ലാ സ്റ്റേറ്റുകളിലും സംഭവിക്കുന്നുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ബാബു രാമചന്ദ്രൻ എന്ന് പറയുന്ന വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന്. ബാബു രാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരു എപ്പിസോഡ് പൈലറ്റ് എപ്പിസോഡ് വിടുന്നു, അപ്പം തന്നെ ലക്ഷക്കണക്കിന് ആരാധകർ അദ്ദേഹത്തിൻ്റെ ചാനലിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് സമഗ്രമായി കോംപ്രിഹെൻസീവായി അറിയാൻ കഴിയുന്ന ചാനലുകൾ മലയാളത്തിൽ വേറെയില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വ്യൂവർഷിപ്പ് ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ അനുഭവം തന്നെ പറയാം. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ കോർട്ടിൽ ഒരു ഇൻഡിക്റ്റ്മെൻ്റ് ഉണ്ടായി, ഒരു കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ ഞാൻ പല സ്ഥലങ്ങളിലും പരിധി നോക്കിയിട്ടും എന്ത് ചെയ്തില്ല, നമ്മുടെ ഒരു മലയാളം ചാനലിലോ ഇംഗ്ലീഷ് ചാനലിലോ നാഷണൽ ചാനലുകളോ കണ്ടില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ ആ ഇൻഡിക്റ്റ്മെൻ്റ് 54 പേജുള്ള കുറ്റപത്രം എടുക്കുകയും അതൊരു രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം വീഡിയോ ചെയ്യുന്നത്. അതിൽ തന്നെ പിന്നെയും ഈ ബിസിനസ് എങ്ങനെയാണ് പുള്ളി ലാഭത്തിലാക്കുന്നത്, എന്തുകൊണ്ടാണ് 2029 കോടി രൂപ കൈക്കൂലി കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എൻ്റെ പിന്നീടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഒരു നമ്മൾ പലപ്പോഴും ഒരു വാർത്തകൾ വരുന്നു, അത് വെറുതെ ഈ പറയുന്ന പ്രോപ്റ്ററിൽ കാണുന്നത് അങ്ങോട്ട് വായിക്കുന്നു എന്നുള്ളതിനുമപ്പുറം ആ വാർത്തകളുടെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ആളുകൾ, ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാതായി. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്ക് പോലും അത്തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ ചാനലുകൾ കൊടുക്കാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ദ വയറിനോ അല്ലെങ്കിൽ പ്രിൻറ്റിനോ അല്ലെങ്കിൽ പല ഈ പറയുന്ന പോലെ കാരവൻ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്കോ ഉള്ള അത്തരം ക്രെഡിബിലിറ്റി പോലും പല നാഷണൽ ന്യൂസ് ചാനലുകൾക്കും ഇല്ല. അല്ലെങ്കിൽ ആഴത്തിൽ കാര്യങ്ങൾ അറിയാൻ വളരെ ഗൗരവത്തിൽ വാർത്തകളെ വീക്ഷിക്കുന്ന ആളുകൾ അതെല്ലാമാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതാണ് അതിൻ്റെ കാര്യം. കാരണം ഇത്തരത്തിൽ ഒരു ടാലൻറ്റിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലുമൊക്കെ വലിയ തോതിലുള്ള പ്രയാസം ഈ ചാനലുകളൊക്കെ തന്നെ നേരിടുന്നു. ഒന്നവർക്ക് വരുമാനമില്ല, ആ സമയത്ത് അവർക്ക് വലിയ ടാലൻറ്റുകളെ പിടിച്ചു നിർത്താനായിട്ട് ലക്ഷങ്ങൾ മുടക്കി ശമ്പളം കൊടുക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, എന്നാൽ ക്വാളിറ്റിയുള്ള ന്യൂസ് ഉണ്ടാവണം, അതിൽ ആഴത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്